നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിലുള്ള ഏറ്റവും അവസാനം പഠിക്കേണ്ടുന്നൊരു ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ വിദേശ നയമാണ്. ഇന്ത്യക്ക് വിദേശ നയം രൂപപ്പെടുക സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞായിരിക്കുമല്ലോ. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തിയത് ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയം, അതാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യവും സ്വീകരിച്ചത്. അതായത് ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തിയത് മറ്റാരുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ച നയം അത് തന്നെയാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ വിദേശ നയമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നയമാണ് ഇന്ത്യയുടെ വിദേശ നയമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ജവഹർലാൽ നെഹ്റുവാണ്. കാരണം 1947 മുതൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം നടന്ന 1964 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു 17 വർഷക്കാലം എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു കാലയളവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിദേശ നയം രൂപപ്പെടുത്തിയെടുത്തത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതുകൊണ്ടാണ് വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണെന്ന് നമ്മൾ പരാമർശിക്കുന്നത്. അല്ല, ലോകത്തിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യം, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുവരുത്തുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായൊരു സഹകരണമാണ് നമ്മുടെ ലക്ഷ്യമെന്നായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്തിക്കാനുള്ളത് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. അതായത് ഇന്ത്യയുടെ വിദേശ നയമെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു സൗഹൃദം കാക്ഷിച്ചുകൊണ്ടുള്ളതാണെന്നും ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ ഒരുക്കമല്ല എന്നുമായിരുന്നു നമ്മളുടെ വിദേശ നയത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന് സൂചിപ്പിക്കുവാനുണ്ടായിരുന്നത്. 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. 1947 മുതലാണ് നമ്മുടെ വിദേശ നയം രൂപപ്പെട്ടു വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അതായത് സ്വാതന്ത്ര്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു. സ്വാതന്ത്ര്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള ഒരു എതിർപ്പ്, അതേപോലെ വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, പഞ്ചശീല തത്വങ്ങൾ, സമാധാനപരമായ സഹവർത്തിത്വം, വിദേശ നയത്തിൻ്റെ ആവശ്യകതയിലുള്ളൊരു ഊന്നൽ, ചേരിചേരിമ എന്നിവയൊക്കെയായിരുന്നു നമ്മളുടെ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. എന്തെല്ലാമെന്ന് വെച്ചാൽ സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള ഒരു എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, പഞ്ചശീല തത്വങ്ങൾ, സമാധാനപരമായ സഹവർത്തിത്വം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ എന്നിവയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിദേശ നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചേരിചേരാ പ്രസ്ഥാനം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അല്ലെ, ചേരിചേരാ പ്രസ്ഥാനം, ഇതിനെ വിളിക്കുന്നവരാണ് നോൺ അലയൻസ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. നോൺ അലയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനമാണ്. ഒരു ചേരിയിലും പെടുന്നില്ല. കാരണം ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരി എന്ന പേരിൽ USSRൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ചേരിയും ഉണ്ടായി വന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ശീതസമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ USSR ചേരികളിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാം എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ച വ്യക്തി മറ്റാരുമായിരുന്നില്ല, നമ്മളുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന, ആദ്യകാലങ്ങളിലൊക്കെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന, രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സംസാരിച്ച് ഏകദേശം 8 മണിക്കൂറോളം തുടർച്ചയായിട്ട് ജമ്മു കാശ്മീർ വിഷയമൊക്കെ സംസാരിച്ചിട്ടുള്ള VK കൃഷ്ണമേനോൻ, കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച് MP ആയിട്ടുള്ള വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. അപ്പോൾ ആ VK കൃഷ്ണമേനോനായിരുന്നു നാം എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ച വ്യക്തി. നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോകനേതാക്കൾ ആരെല്ലാമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നാം എന്നാൽ നോൺ അലയൻസ് മൂവ്മെൻ്റാണ്, ചേരിചേരാ പ്രസ്ഥാനമാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ഈജിപ്ത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈജിപ്ത് പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലാവിയയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് സുകാർണോ, ഘാനയുടെ പ്രസിഡന്റ് ക്വാമി എൻക്രൂമ, ഘാനയിലെ ക്വാമി എൻക്രൂമ,
ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുകാർണോ, യുഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ, ഈജിപ്തിലെ ഗമാൽ അബ്ദുൽ നാസർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എന്നിവരാണ് നാം എന്ന സംഘടന രൂപീകരിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നത്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല എന്നും ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്നും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതായത് ചേരിചേരായ്മ എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ അല്ല എന്നും ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്നും ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെടുകയുണ്ടായി. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതായത് നാം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ആ ബെൽഗ്രേഡ് സമ്മേളനത്തിൽ 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. നാമിൻ്റെ രൂപീകരണത്തിനെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന പഞ്ചശീല തത്വങ്ങളാണ്. അതായത് നാമിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാന തത്വമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. നാം രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് 1955 ബന്ധുങ് സമ്മേളനമാണ്. ബന്ധുങ്ങിൽ വെച്ച് നടന്ന സമ്മേളനം 1955 നോൺ അലിയൻസ് മൂവ്മെൻറ്റ് രൂപീകരിക്കുവാൻ തീരുമാനിച്ചത്. 1961 നാമിൻ്റെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ വെച്ച് നടത്തപ്പെട്ടത്. യൂഗോസ്ലാവിയയിലായിരുന്നു ബെൽഗ്രേഡ്. നാം രൂപം കൊണ്ട വർഷം അതുകൊണ്ട് തന്നെ 1961 കണക്കാക്കുന്നു. നാമിൻ്റെ അംഗസംഖ്യയെ നിശ്ചയിച്ചിരിക്കുന്നത് 120 അംഗരാജ്യങ്ങളാണ് നാമിൽ ഉള്ളത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷമായി കണക്കാക്കുന്നത് 1954 1954 വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചശീല തത്വത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻ ലായുവാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചവർ. ഈ പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നതാണ്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നതാണ് പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. അതേപോലെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, ഇതെല്ലാമാണ് പഞ്ചശീല തത്വങ്ങളുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പരസ്പര ബഹുമാനമാണ്. അതിനെ നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് വിളിക്കുന്നു. പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ മ്യൂച്വൽ നോൺ അഗ്രഷനാണ്, പരസ്പരം ആക്രമിക്കുന്നില്ല. അതേപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്ന് പറയുമ്പോൾ മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ആണ്. സമത്വവും പരസ്പര സഹായവും പുലർത്തുക എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ബെനഫിറ്റാണ് വരുന്നത്. സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയുമ്പോൾ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. ഇതായിരുന്നു നമ്മുടെ ചേരിചേരാ നയത്തിൻ്റെ കാതലായ സംഭവം എന്ന് പറയുന്നത്. ഇനി നാം എന്ന സംഘടനയിൽ ഏറ്റവും ഒടുവിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഫിജിയും അസർബൈജാനുമാണ് നാം എന്ന സംഘടനയിൽ ഏറ്റവും ഒടുവിൽ അംഗങ്ങളായി മാറ്റപ്പെട്ടത്. ഇതിൽ നാം എന്ന സംഘടനയിൽ യൂറോപ്പിൽ നിന്നും അംഗത്വമെടുത്ത 2 രാജ്യങ്ങളിൽ ഒന്നാണ് അസർബൈജാനും ബെലാറസും. അസർബൈജാനും ബെലാറസും നാമിൽ അംഗമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഫിജിയും അസർബൈജാനുമാണ് നാമിൽ ഏറ്റവും ഒടുവിൽ അംഗരാജ്യങ്ങളായി ചേർന്നത്. നാം എന്ന സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുത്തത് ജോസഫ് ബ്രോസ് ടിറ്റോയായിരുന്നു. ജോസഫ് ബ്രോസ് ടിറ്റോയാണ് യൂഗോസ്ലാവിയയിലെ ജോസഫ് ബ്രോസ് ടിറ്റോയായിരുന്നു നാമിൻ്റെ ആദ്യത്തെ സെക്രട്ടറി എങ്കിൽ നിലവിൽ സെക്രട്ടറി ജനറലായിട്ടിരിക്കുന്ന ആളുടെ പേരാണ് ഇൽഹാം അലിയേവ്. അസർബൈജാൻകാരനായ ഇൽഹാം അലിയേവാണ്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പകരം മറ്റാരെങ്കിലും ആണെങ്കിൽ ആ ഒരു പേര് നിങ്ങൾ ചേർത്ത് പഠിച്ചുകൊള്ളുക. ഇതേപോലെ തന്നെ 1987 രൂപം കൊണ്ട നാമിൻ്റെ ഒരു അനുബന്ധ കമ്മിറ്റിയുണ്ട്. അതിൻ്റെ പേരാണ് ആഫ്രിക്ക ഫണ്ട് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. ദ ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ കൊളോണിയലിസം ആൻഡ് അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു ഫണ്ടാണ് ഈ പറയുന്ന ആഫ്രിക്ക ഫണ്ട് എന്ന് പറയുന്നത്. ദ ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ കൊളോണിയലിസം ആൻഡ് അപ്പാർത്തൈഡ്, അതായത് വർണ്ണവിവേചനത്തിനും കോളനിവൽക്കരണത്തിനും അധിനിവേശത്തിനും എതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടി രൂപീകരിക്കുന്ന ഫണ്ട് എന്നാണ് ആഫ്രിക്ക ഫണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റി 1987 രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ ചെയർമാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് ഇനി നമ്മൾ പഠനം കൊണ്ടുപോകുന്നത്. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള സമയത്തായിരുന്നു.
അപ്പോൾ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക്, അവിടെയായിരുന്നു ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലായിരുന്നു ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായിരുന്നു ശ്യാം ശരൺ നേഗിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഒന്നാമത്തെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 489 സീറ്റുകളായിരുന്നു. 489 സീറ്റുകളായിരുന്നു ഒന്നാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം. ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 364 സീറ്റായിരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 364 സീറ്റുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയെക്കുറിച്ച് നമുക്കിനി ഒന്ന് പഠിക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 14 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 14 പേര്. വകുപ്പില്ലാത്ത മന്ത്രിയായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാറെ കൂടി കൂട്ടിയാൽ 15ഓളം മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കൈകാര്യം ചെയ്ത വകുപ്പ് വിദേശകാര്യ വകുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി തയ്യാറാക്കി ഇന്ത്യയുടെ വിദേശ നയം തയ്യാറാക്കുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന് മുഖ്യ പങ്കുണ്ട് എന്ന് പറയുന്നത്. ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കൈകാര്യം ചെയ്തിരുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത് ബൽദേവ് സിംഗ് ആയിരുന്നു. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് RK ഷൺമുഖം ചെട്ടിയായിരുന്നു. പിൽക്കാലത്ത് അത് ജോൺ മത്തായി ഏറ്റെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. നിയമവകുപ്പ് കൈകാര്യം ചെയ്തത് ഡോക്ടർ BR അംബേദ്കറും. റെയിൽവേയും ഗതാഗതവുമായിരുന്നു ഈ കാലയളവിൽ ആദ്യകാലയളവിൽ ജോൺ മത്തായി കൈകാര്യം ചെയ്തിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുകയുണ്ടായി. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തതാവട്ടെ ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത്. ശ്യാമപ്രസാദ് മുഖർജി. റെയിൽവേ ഗതാഗതം കൈകാര്യം ചെയ്തത് ജോൺ മത്തായി. നിയമവകുപ്പ് കൈകാര്യം ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് RK ഷൺമുഖം ചെട്ടി. പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത് ബൽദേവ് സിംഗ് ആയിരുന്നു. ആഭ്യന്തരം കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് കൈകാര്യം ചെയ്ത വകുപ്പായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയുടെ പേരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് രാജ്കുമാരി അമൃത കൗർ ആയിരുന്നു ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഭക്ഷ്യവകുപ്പും കൃഷിവകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്ത വകുപ്പുകളായിരുന്നു ഭക്ഷ്യവകുപ്പ്, കൃഷിവകുപ്പ് എന്നിവ. വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തത് റാഫി അഹമ്മദ് കിദ്വായ് ആയിരുന്നു. റാഫി അഹമ്മദ് കിദ്വായ് കൈകാര്യം ചെയ്ത വകുപ്പുകളായിരുന്നു വാർത്താവിനിമയ വകുപ്പ്. ജഗജീവൻ റാം കൈകാര്യം ചെയ്തത് തൊഴിൽ വകുപ്പായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ജഗജീവൻ റാം. നരഹരി വിഷ്ണു ഗാഡ്ഗിൽ കൈകാര്യം ചെയ്തിരുന്നത് പൊതുമരാമത്ത് വകുപ്പ്, ഊർജ്ജ വകുപ്പ് എന്നിവയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ്, ഊർജ്ജ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തത് നരഹരി വിഷ്ണു ഗാഡ്ഗിൽ ആയിരുന്നു. വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് CH ഭാഭയായിരുന്നു. വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് വകുപ്പില്ല മന്ത്രിയായിട്ട് സഭയിലുണ്ടായിരുന്നത് ഗോപാലസ്വാമി അയ്യങ്കാർ ആയിരുന്നു. ഇതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രപതിമാരും അവരുടെ പ്രത്യേകതകളും നമുക്കിനിയൊന്ന് നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1961 ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. സ്ത്രീധന നിരോധന ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. 1962 ഒക്ടോബർ 26 ദേശീയ അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ S രാധാകൃഷ്ണൻ. 1962 ഒക്ടോബർ 26 ഡോക്ടർ S രാധാകൃഷ്ണൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്ത്, നമ്മളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി VV ഗിരിയായിരുന്നു. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരാണ് VV ഗിരി. ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി. ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി.
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി വി ഗിരിയാണ്. 1972 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ടത്. ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 1975 ജൂൺ 25 ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്ന സമയത്ത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലായിരുന്നു. പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ നടത്തപ്പെട്ടത്. ഭിന്ദ്രൻവാലിയുടെ നേതൃത്വത്തിലുള്ള ഖാലിസ്ഥാൻവാദികൾ കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആർട്ടിക്കിൾ 111 പ്രകാരമാണ് വീറ്റോ പവർ ഉപയോഗിക്കപ്പെടുന്നത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരാണ് ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചത്. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബിൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കുകയും പിൽക്കാലത്ത് ലാപ്സായി പോവുകയും ചെയ്ത ബില്ലാണ് പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബിൽ. ആ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം നമുക്കറിയാം. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആർ വെങ്കിട്ട രാമൻ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് ആർ വെങ്കിട്ട രാമൻ. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നതിന് ശേഷം രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 1972-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും കൂടിയായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. പൊഖ്റാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധസമയത്തും രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് KR നാരായണൻ. പൊഖ്റാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധസമയത്തും രാഷ്ട്രപതിയായിരുന്നത് KR നാരായണൻ ആയിരുന്നു. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നതിന് ശേഷം ആ രാഷ്ട്രത്തിലെ പ്രസിഡന്റായി മാറ്റപ്പെട്ട വ്യക്തിയായിരുന്നു ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിമാരായിരുന്നവർ ആരെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. 1952 മുതൽ 1962 വരെ ഡോക്ടർ S രാധാകൃഷ്ണൻ. 1952 മുതൽ 1962 വരെയുള്ള 10 വർഷക്കാലം ഡോക്ടർ S രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി പദവി അലങ്കരിച്ചിരുന്ന വ്യക്തി. ഡോക്ടർ സാക്കിർ ഹുസൈൻ 1962 മുതൽ 1967 വരെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ സാക്കിർ ഹുസൈൻ. 1967 മുതൽ 69 വരെ VV ഗിരിയും 1969 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ GS പാഠകമായിരുന്നു. GS പാഠക് എന്നാൽ ഗോപാൽ സ്വരൂപ് പാഠകമായിരുന്നു ഉപരാഷ്ട്രപതി പദവി അലങ്കരിച്ച വ്യക്തികൾ. 1974-79 കാലഘട്ടത്തിൽ BD ജെട്ടിയും 1979-84 കാലയളവിൽ M ഹിദായത്തുള്ളയും ഉപരാഷ്ട്രപതി എന്ന പദവി അലങ്കരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് M ഹിദായത്തുള്ള. 1984-87 കാലയളവിൽ R വെങ്കിട്ടരാമനായിരുന്നു ഉപരാഷ്ട്രപതി എന്ന പദവി അലങ്കരിച്ചത്. 1987-92 കാലയളവിൽ ശങ്കർ ദയാൽ ശർമ്മയും ഉപരാഷ്ട്രപതി എന്ന പദവിയിൽ എത്തി. 1992-97 കാലയളവിൽ KR നാരായണനായിരുന്നു 9ാമത്തെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിച്ചത്. 97-2002 കാലഘട്ടത്തിൽ കിഷൻ ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി. അടുത്ത ഭൈരോൺ സിംഗ് ഷെഖാവത്താണ് 12ാമത്തെ ഉപരാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്നത്. 2002-2007 കാലയളവിലായിരുന്നു ഭൈരോൺ സിംഗ് ഷെഖാവത്ത്. ഉപരാഷ്ട്രപതി ആയിരുന്നതിന് ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഭൈരോൺ സിംഗ് ഷെഖാവത്ത്. മുഹമ്മദ് ഹമീദ് അൻസാരി 13ാമത്തെ ഉപരാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹമീദ് അൻസാരി. 2007 മുതൽ
2017 വരെയുള്ള കാലയളവിലാണ് ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായിട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ദിവസം ഉപരാഷ്ട്രപതി എന്ന പദവിയിലിരുന്ന വ്യക്തിയാണ് ഹമീദ് അൻസാരി. 14ാമത്തെ ഉപരാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് എം വെങ്കയ്യ നായിഡു. 2017 മുതൽ 2022 വരെയുള്ള കാലയളവിലായിരുന്നു എം വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി എന്ന പദവി അലങ്കരിച്ചത്. 2022 മുതൽ ജഗദീപ് ധൻഖറാണ് ഉപരാഷ്ട്രപതി എന്ന സ്ഥാനം അലങ്കരിച്ചു വരുന്നത്. പൊക്രാനിൽ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണ സമയം നടന്നപ്പോൾ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന ഒരു രഹസ്യ നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് APJ അബ്ദുൽ കലാമായിരുന്നു. APJ അബ്ദുൽ കലാമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന പദവിയിലെത്തിച്ചേർന്നത്. പൊക്രാനിലെ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു APJ അബ്ദുൽ കലാം. അമേരിക്കയുമായി 1-2-3 എഗ്രിമെൻറ്റ്, അതായത് 1-2-3 എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അമേരിക്കയുമായി ഒപ്പിട്ടൊരു കരാറാണ്. ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പ്രണബ് കുമാർ മുഖർജി. അമേരിക്കയുമായിട്ട് 1-2-3 എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി. ഇനി നമുക്ക് പ്രധാനമന്ത്രിമാരും അവരുടെ പ്രത്യേകതകളും എന്ത് എന്ന് നോക്കാം. പ്രധാനമന്ത്രിമാരും അവരുടെ പ്രത്യേകതകളും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1954 ഏപ്രിൽ 29 ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൗവൻ ലായിയോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1954 ഏപ്രിൽ 29 ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൗ എൻ ലായിയോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. മാത്രമല്ല, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 1950 മാർച്ച് മാസം 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നതും ജവഹർലാൽ നെഹ്റുവാണ്. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുടെ പേരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധ ശ്രമത്തിലാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുന്നത്. 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് 1972 ജൂലൈ 1 ഷിംല കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. 1972 ജൂലൈ 1 ഷിംല കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേരാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. ഇനി എന്താണ് താസ്കന്ത് കരാർ എന്ന് നമുക്കൊന്ന് നോക്കാം. താസ്കന്ത് കരാർ 1966 ജനുവരി മാസം 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ താസ്കന്ത് കരാർ ഒപ്പുവച്ചത്. 1966 ജനുവരി മാസം 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റായ അയൂബ് ഖാനും തമ്മിൽ താസ്കന്ത് കരാർ ഒപ്പുവച്ചത്. സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായിരുന്ന കോസിഗിൻ ആണ് ഇവിടെ മധ്യസ്ഥത വഹിച്ച വ്യക്തി. സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായിരുന്ന കോസിഗിൻ ആണ് മധ്യസ്ഥത വഹിച്ച വ്യക്തി. താസ്കന്ത് ഇപ്പോൾ ഏത് രാജ്യത്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് താസ്കന്ത്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് താസ്കന്ത്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനത്തിനെയാണ് നമ്മൾ താസ്കന്ത് എന്ന് വിളിക്കുന്നത്. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാറാണ് താസ്കന്ത് കരാർ എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാറാണ് താസ്കന്ത് കരാർ. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. 1975 ഏപ്രിൽ മാസം 19 ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. 1974 മെയ് മാസം 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തപ്പെട്ടത്.
1984 സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃതസർ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1984 സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃതസർ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ വധം അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ വധം അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ പേരാണ് താക്കർ കമ്മീഷൻ. റോളിംഗ് പ്ലാൻ നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് റോളിംഗ് പ്ലാൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന വ്യക്തി. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. BP മണ്ഡൽ എന്ന പാർലമെൻറ്റ് അംഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പിന്നോക്ക സമുദായ സംവരണത്തിനായിട്ട് മണ്ഡൽ കമ്മീഷൻ എന്ന ഒരു കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ച പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 10, +2, +3 എന്ന പാറ്റേണിലുള്ള പാഠ്യരീതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 10, +2, +3 എന്ന പാറ്റേണിലുള്ള പാഠ്യരീതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഭോപ്പാൽ വാതക ദുരന്തം 1984 ഡിസംബർ 23 ഭോപ്പാൽ വാതക ദുരന്തം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ഭോപ്പാൽ വാതക ദുരന്തം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 1985 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കപ്പെട്ടത്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. 61-ാം ഭേദഗതി പ്രകാരമായിരുന്നു വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സാക്കി കുറച്ചത്. 1989 ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതി ആരംഭിക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് PV നരസിംഹറാവു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് PV നരസിംഹറാവു. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. 1992 പഞ്ചായത്ത് രാജ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്ന സമയത്ത് 1998 ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടത്തപ്പെട്ടത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് 1999 കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി AB വാജ്പേയി 1999 കാർഗിൽ യുദ്ധസമയത്തും 2001 പാർലമെൻറ്റ് ആക്രമണ സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ പേരായിരുന്നു AB വാജ്പേയി. 2008 മുംബൈ ഭീകര ആക്രമണം നടക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. 2008 മുംബൈയിൽ ഭീകര ആക്രമണം നടക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ആരെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1947-64 കാലയളവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1947-64 കാലയളവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു 64 മരിച്ചു കഴിഞ്ഞപ്പോൾ ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന പദവി വഹിച്ച വ്യക്തിയാണ് ഗുൽസരിലാൽ നന്ദ. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്നു ഗുൽസരിലാൽ നന്ദ. 1964-66 കാലയളവിൽ നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് സ്ഥിരം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. എന്നാൽ 1966 ഗുൽസരിലാൽ നന്ദ വീണ്ടും ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് വരികയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന്. അങ്ങനെ 2 വട്ടം ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന പദവി വഹിച്ച വ്യക്തിയാണ് ഗുൽസരിലാൽ നന്ദ. 1966-77 കാലയളവിൽ ഇന്ദിരാഗാന്ധി
ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തുകയാണ്. 77-79 കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത്. 1979-80 കാലയളവിൽ ചരൺ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന തസ്തികയിലേക്ക് നിയമിതനാവുന്നുണ്ട്. 80-84 കാലയളവിൽ വീണ്ടും ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് എത്തിപ്പെടുന്നത്. 1984-89 കാലയളവിൽ രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന തസ്തികയിലേക്ക് വരുന്നുണ്ട്. 89-90 കാലയളവിൽ വിശ്വനാഥ് പ്രതാപ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി വീണ്ടും വരുന്നു. 90-91 കാലയളവിൽ ചന്ദ്രശേഖറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവി അലങ്കരിച്ചത്. 1991-96 കാലയളവിൽ PV നരസിംഹ റാവു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി പ്രവർത്തിച്ചത്. 1996 വീണ്ടും AB വാജ്പേയി 13 ദിവസക്കാലത്തേക്ക് AB വാജ്പേയി പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. 1996-1997 കാലയളവിൽ HD ദേവഗൌഡ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. 1997-98 കാലയളവിൽ IK ഗുജറാൾ എന്ന ഇന്ദർകുമാർ ഗുജറാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത്. 1998-2004 കാലയളവിൽ AB വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. 2004 മുതൽ 2014 വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന തസ്തികയിൽ പ്രവർത്തിച്ചത്. 2014 മുതൽ തൽസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത് നരേന്ദ്ര മോഡിയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മന്ത്രിസഭകൾ ഏത് എന്ന് നോക്കാം. ന്യൂനപക്ഷ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്ന മന്ത്രിസഭകളെയാണ് നമ്മൾ ന്യൂനപക്ഷ മന്ത്രിസഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1969 കോൺഗ്രസ് പാർട്ടിയുടെ വിഭജനത്തെ തുടർന്ന് അധികാരത്തിലിരുന്ന ഇന്ദിരാഗാന്ധി മന്ത്രിസഭ ഒരു ന്യൂനപക്ഷ പാർട്ടിയായിട്ട് മാറി. തുടർന്ന് CPIയുടെയും DMKയുടെയും പിന്തുണയോടുകൂടി 1970 വരെ അധികാരത്തിൽ തുടരുകയും ചെയ്തു. അങ്ങനെ ഭൂരിപക്ഷമില്ലാതെ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിച്ച ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വിഭജനത്തിന് ശേഷമുള്ള ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു ആദ്യത്തെ ന്യൂനപക്ഷ മന്ത്രിസഭ. സാങ്കേതികമായി ഇന്ത്യയിലെ ആദ്യ ന്യൂനപക്ഷ മന്ത്രിസഭയായി കണക്കാക്കുന്നത് 1969 മുതൽ 1970 വരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിനെയാണ് നമ്മൾ ആദ്യത്തെ ന്യൂനപക്ഷ മന്ത്രിസഭയായി കണക്കാക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ന്യൂനപക്ഷ മന്ത്രിസഭ 1979 ചൗധരി ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്. കേവല ഭൂരിപക്ഷമില്ലാതെ തന്നെ ആദ്യ മൈനോറിറ്റി ഗവൺമെൻറ്റിന് രൂപം കൊടുത്തത് ചരൺ സിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ മൂന്നാമത്തെ ന്യൂനപക്ഷ മന്ത്രിസഭ 1989 VP സിംഗിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ വരുന്നത്. VP സിംഗിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ന്യൂനപക്ഷ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ഇനി നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ വിഭജന നിയമത്തെപ്പറ്റി ഒന്ന് പഠിക്കാം. നമുക്കിനി ജമ്മു കാശ്മീരിൻ്റെ വിഭജന നയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. 2019 ജമ്മു കാശ്മീർ വിഭജന നിയമം തയ്യാറാക്കപ്പെടുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയതാണ് 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത്. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന 35A എന്ന അനുച്ഛേദവും ഇതോടൊപ്പം തന്നെ റദ്ദാക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന 35A അനുച്ഛേദവും ഇതോടൊപ്പം തന്നെ റദ്ദാക്കുകയുണ്ടായി. ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ ആയിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത് ഷാ ആയിരുന്നു. ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയായിരുന്നു. ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നുമായിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ വിഭജന ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നും ആയിരുന്നു. ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. ജമ്മു കാശ്മീരിൻ്റെ വിഭജന നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിക്കുകയുണ്ടായി.
ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചത് 2019 ഒക്ടോബർ 31-നായിരുന്നു. നിയമസഭയോടുകൂടി ജമ്മു കാശ്മീർ എന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ഒരു വശത്തും നിയമസഭയില്ലാതെ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം മറുവശത്തുമായിട്ട് ജമ്മു കാശ്മീർ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല നൽകിയിരിക്കുന്നത് ലഫ്റ്റനൻ്റ് ഗവർണർമാർക്കാണ്. ലഫ്റ്റനൻ്റ് ഗവർണർമാരാണ് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല നിർവഹിക്കുന്നത്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3ആയി കൂടുകയാണ് ഉണ്ടായത്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3ആയി വർദ്ധിച്ചു. ഇന്ത്യയിൽ നിയമസഭയുള്ള മറ്റ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പുതുച്ചേരിയുമാണ്. അപ്പോൾ ഡൽഹിയും പുതുച്ചേരിയുമാണ് ഇന്ത്യയിൽ നിയമസഭയുള്ള മറ്റ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി 5 വർഷത്തേക്കാണ് ഉള്ളത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതിയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി. അപ്പോൾ ജമ്മു കാശ്മീരിനും ലഡാക്കിനും കൂടി പൊതുവായി ഒരു ഹൈക്കോടതിയാണുള്ളത്. ഈ ഹൈക്കോടതിയുടെ പേരാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 6ആയി മാറുകയാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 6ആയി തുടരുകയാണ് ഉണ്ടായത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നഷ്ടമായതോടുകൂടി വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിനും ലഡാക്കിനും ബാധകമായിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമാണ് രൺബീർ പീനൽ കോഡ്. അതിനു പകരം ഇപ്പോൾ അവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ച ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്താനായിട്ട് ഇന്ത്യൻ ആർമി ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയുണ്ടായി. ഈ ഓപ്പറേഷൻ്റെ പേരാണ് മിഷൻ റീച്ച് ഔട്ട് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ആർമി ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് മിഷൻ റീച്ച് ഔട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 ശില്പി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഗോപാലസ്വാമി അയ്യങ്കാറാണ് ആർട്ടിക്കിൾ 370 ശില്പിയായി അറിയപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 28ഉം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8ഉമാണ്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറുപടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്